ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തു. ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ വിചാരിച്ചെന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവാം ഫാമിലിയൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ വീട്ടിന് തൊട്ടടുത്തുള്ളൊരു തലക്കാവേരി എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് ഞങ്ങളിപ്പം പോവാണ്. ഇത് ഭയങ്കര ടോപ്പിലാണ് കേട്ടോ ഉള്ളത്. ഒരു ഹിൽ പ്ലേസിലാണ് ഈ അമ്പലം ഉള്ളത്. ഇത് കർണാടകയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. എന്താ വെച്ചെങ്കിൽ മൈസൂർ ജാത്ര നടക്കുന്ന സമയത്ത് ഈ അമ്പലത്തിലും ജാത്ര നടക്കും. അതല്ലാതെ ഈ ലോകത്തിലെ നാനാഭാഗത്തുള്ള ആൾക്കാരും വരും. ഇവിടെ പിന്നെ ഒരു തീർത്ഥം വരും എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞാൻ അതിനൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതലേ കേട്ട് വളർന്നതാണ് ഈ ഒരു സ്ഥലം. പിന്നെ ഞാൻ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം. ഫാമിലി ആയിട്ട് വന്നിട്ടില്ല. ഫാമിലി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പം സീസും ചിക്കുക്കായൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ കാവേരി റിവറിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഈ തലക്കാവേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ഇത് സ്കൂൾ ബുക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറേ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്കങ്ങനെ കുറേ ഒന്നും അറിയത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്താണ്, നമുക്ക് മല കയറി പോകാൻ പറ്റും. അതിനായിട്ടുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലൂടെ. മുമ്പൊക്കെ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മലയൊക്കെ കയറി പോകുമായിരുന്നു. ഇപ്പോൾ പിന്നെ എന്തൊക്കെ അപകടമൊക്കെ സംഭവിച്ചതിന് ശേഷം അതിലൂടെ അങ്ങനെ ആരും കയറി പോകാനൊന്നും വിടുന്നില്ല. ആ ഗേറ്റൊക്കെ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ എല്ലാം കണ്ട് ഒക്കെ ആസ്വദിക്കുമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് വന്നിരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാവും. പിന്നെ ഭയങ്കര സമാധാനം കിട്ടും മനസ്സിനൊക്കെ. അതുപോലുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. മഴയാണെങ്കിലും കുഴപ്പമില്ല, നല്ലപോലെ ഇടിയൊക്കെ വെട്ടാൻ തുടങ്ങി. അപ്പോൾ ജീസു ഇങ്ങനെ ടെൻഷൻ അടിച്ച് കരയാൻ തുടങ്ങി. അവനില്ലെങ്കിലും സൗണ്ട് ഭയങ്കര പേടിയാണ്. ഈ പടക്കം പൊട്ടുന്നതും ഇടി വെട്ടുന്നതൊക്കെ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ പെയ്യും എന്നുള്ളൊരു ഇതേ ഇല്ലായിരുന്നു. നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പം മഴ പെയ്യൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ എടുക്കാതെയാണ് പോയത്. അവിടെ എത്തിയതിന് ശേഷമാണ് മഴ പെയ്തത്. പിന്നെ നമ്മളെ കയ്യിൽ കുടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവന് കരയുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളവിടെ സ്റ്റക്കായിപ്പോയി. അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. പിന്നെ അതേപോലെ തന്നെ കൂർഗിൽ മഴ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് പോകത്തുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കുറച്ച് മഴയൊക്കെ ഇതാവുന്നത് വരെ അവിടെ നിന്നു. പിന്നെ ജീസ് ഭയങ്കര കരയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നനഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ കാറ് വരെയല്ല, അവിടെ നിന്ന് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പം ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാണ്. വേറെ മഴയായതുകൊണ്ട് വേറെ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ, താങ്ക് യു.